ജമ്മു കാശ്മീരിലെ ഷോപ്പിയാനിയിൽ സുരക്ഷാ സേന വധിച്ചത് ലഷ്കർ ഭീകരരെ. ലഷ്കർ ഇ തൈബ ചീഫ് ഓപ്പറേഷൻസ് കമാൻഡർ ഷാഫി അഹമ്മദ് ദാർ എന്നിവരെയാണ് വധിച്ചത്. ഒരാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, ഓപ്പറേഷൻ കെല്ലർ ജമ്മു കാശ്മീരിലെ ഷോപ്പിയാനിൽ സുരക്ഷാ സേന നടത്തിയ ഓപ്പറേഷൻ, അതിൽ ലഷ്കർ ഭീകരരെ വധിച്ചിരിക്കുന്നു. ഒരാൾ പാകിസ്ഥാനിയാണ് എന്ന് മനസ്സിലായിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ജിഷ്ണു കൃഷ്ണൻ. സൈന്യത്തിന്റെ രാഷ്ട്രീയ റൈഫിൾസ് യൂണിറ്റ് നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ കെല്ലർ എന്ന സൈനിക നടപടിയിലൂടെയാണ്, പ്രത്യേക ഓപ്പറേഷനിലൂടെയാണ് ലഷ്കർ ഇ തോയ്ബയുടെ 3 ഭീകരരെ വധിച്ചിട്ടുള്ളത്. അതിൽ നിലവിൽ ഈ ഭീകരരുടെ വിശദാംശങ്ങൾ, ഐഡന്റിറ്റി ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ സൈന്യം പുറത്തുവിട്ടിരിക്കുകയാണ്. നേരത്തെ നൽകിയിരുന്ന വിശദാംശങ്ങളിൽ 3 ഭീകരിച്ചു. ഇനിയും കൂടുതൽ ഭീകരർ മേഖലയിൽ ഉണ്ടെന്നാണ് കരുതുന്നത്. ഏറ്റുമുട്ടൽ തുടരുകയാണ്, പരിശോധന നടക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു സൈന്യം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും പുറത്തു വരുന്നത് ഈ ഓപ്പറേഷൻ കെല്ലർ എന്നുള്ളത്, ആ ഓപ്പറേഷൻ കെല്ലറിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് ലഷ്കർ ഇ തോയ്ബയുടെ കശ്മീർ പതിപ്പായിട്ടുള്ള ദ റെസിസ്റ്റൻസ് ഫ്രണ്ട്, അതായത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുള്ള കശ്മീരിലെ ഭീകര സംഘടന TRFനെ കശ്മീരിൽ നിയന്ത്രിക്കുന്ന ലഷ്കർ ഇ തോയ്ബയുടെ ഭീകരനായിട്ടുള്ള ഷഹീദ് കുട്ടിയാണ് ഒരു ഭീകരൻ കൊല്ലപ്പെട്ടിട്ടുള്ളത്. കൂടാതെ ഷാഫി അഹമ്മദ് ദർ എന്ന ഭീകരനും കൊല്ലപ്പെട്ടിട്ടുണ്ട്. മറ്റൊരാളുടെ ഐഡന്റിറ്റി വ്യക്തമായിട്ടില്ല. ഇയാൾ പാകിസ്ഥാൻ സ്വദേശിയായിട്ടുള്ള ഭീകരനാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ വളരെ നിർണായകമായ ഈ ലഷ്കർ ഇ തോയ്ബയ്ക്ക് വീണ്ടും കനത്ത തിരിച്ചടി നൽകുന്ന, കനത്ത പ്രഹരം നൽകുന്ന ഓപ്പറേഷനാണ് രാഷ്ട്രീയ റൈഫിൾസ് യൂണിറ്റ് നടത്തിയിട്ടുള്ളത്. വളരെ കൃത്യമായി ലഭിച്ച ഇന്റലിജൻസ് ഇൻപുട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെയോടുകൂടി സൈന്യം ഇത്തരത്തിൽ ഓപ്പറേഷൻ കെല്ലർ എന്ന സൈനിക നടപടിയും കുൽഗാം ഷോപ്പിയാനും ഇടയിലുള്ള വനമേഖലയിൽ നടത്തിയിട്ടുള്ളത്. അതിൽ 2 മണിക്കൂറിലധികം ഏറ്റുമുട്ടൽ നീണ്ടുനിന്നു. ആ ഏറ്റുമുട്ടലാണ് 3 ഭീകരരെ വധിച്ചിട്ടുള്ളത്. അതിൽ TRFന്റെ ലഷ്കർ ഇ തോയ്ബയുടെ കശ്മീർ പതിപ്പായിട്ടുള്ള പഹൽഗാം ഭീകരാക്രമണത്തിന് ഉത്തരവാദിത്തം ആദ്യം ഏറ്റെടുത്ത റെസിസ്റ്റൻസ് ഫ്രണ്ടിന്റെ കമാൻഡർ ഉൾപ്പെടെ കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. കൂടാതെ ഒരു പാക് ഭീകരനും കൊല്ലപ്പെട്ടിട്ടുണ്ട്. മേഖലയിൽ ഇപ്പോഴും പരിശോധന തുടരുകയാണ്. പഹൽഗാമിന് പുറമെ ജമ്മു കാശ്മീരിലെ മറ്റ് അതിർത്തി പ്രദേശങ്ങളും മുൻപ് ഭീകരവാദ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പ്രദേശങ്ങളിലും ഇത്തരത്തിൽ പ്രത്യേക പരിശോധനകളും സൈനിക നടപടികളും പുരോഗമിക്കുകയാണ്. വിനോദ്, തീർച്ചയായും ജമ്മു കാശ്മീരിലെ ഷോപ്പിയാനിൽ സൈന്യം നടത്തിയ ഓപ്പറേഷൻ കെല്ലർ എന്ന നീക്കത്തിലൂടെ 3 ഭീകരരെ വധിക്കാൻ സാധിച്ചിരിക്കുന്നു. അതിൽ ഒരാൾ പാക് സ്വദേശി കൂടിയാണ്. ലഷ്കർ ഇ തൈബ ചീഫ് ഓപ്പറേഷൻസ് കമാൻഡർ ഷാഫി അഹമ്മദ് ദാർ എന്നിവരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ.